Hi all, welcome to Competitive Cracker. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നിങ്ങളുടെ UGC നെറ്റിന്റെ ജനറൽ പേപ്പറിലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് എന്നുള്ള ഒരു ഏരിയ ഉണ്ടല്ലേ, അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് മാത്സിലെ ടോപ്പിക്സ് ആ ഒരു മാർക്ക് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, January 1 to 19 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ സെല്ലിംഗ് ആൻ ഐറ്റം ഫോർ ₹434 രമേഷ് ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 24%. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഐറ്റം? എന്താണ്, ഒരു ഐറ്റം ₹434 വിറ്റാൽ രമേഷിന് 24% പ്രോഫിറ്റ് കിട്ടും എങ്കിൽ ആ ഐറ്റത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓൾറെഡി നമ്മളിത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിൻ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് പറയാം, ശ്രദ്ധിക്കാം. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ അറിയേണ്ടിരിക്കുന്ന ടേംസ് ഏതൊക്കെയാണ്? സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ് അല്ലേ. ഒരു സാധനം മേടിക്കുന്ന വിലയാണ് കോസ്റ്റ് പ്രൈസ്, ദെൻ ആ ഒരു സാധനം വിൽക്കുന്ന വില അല്ലേ, ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ്. ഇനി സെല്ലിംഗ് പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും അല്ലേ. സോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇനി ലോസ് എന്ന് പറഞ്ഞാലോ നമുക്ക് എന്ത് പറയാം? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് അല്ലേ. അപ്പോൾ ഇത് പെർസെൻറ്റേജുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പെർസെൻറ്റേജ് പഠിച്ചിട്ട് വേണം നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഒരു ടോപ്പിക്ക് നോക്കാനായിട്ട്. അപ്പോൾ പെർസെൻറ്റേജിൽ നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, അതിനെ 10% ഇൻക്രീസ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? പുതിയ നമ്പറിനെ 110% ഓഫ് എക്സ് എന്ന് എഴുതാൻ അറിഞ്ഞിരിക്കണം അല്ലേ. അതായത് നമുക്കറിയാം എക്സിൻ്റെ കൂടെ 10% ഓഫ് എക്സും കൂടെ കൂട്ടുക, അതാണ് 110% ഓഫ് എക്സ്. അതേപോലെ തന്നെ എഴുതാൻ 10% കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? 90% ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത് തന്നെ ഞാൻ കുറേ വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് വേഗം പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഇത് നമ്മുടെ ഒറിജിനൽ നമ്പർ അല്ലെങ്കിൽ ഇത് നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. 10% കൂടി എന്ന് പറഞ്ഞാൽ 10% പ്രോഫിറ്റിൽ വിറ്റു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പുതിയ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസിന്റെ ഇക്വേഷൻ എഴുതാം. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 ഈ ഇൻക്രീസ് അല്ലേ നമ്മൾ 100 10 എന്ന് എഴുതിയേക്കുന്നത്. സോ 100 P percentage ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 P percentage ഓഫ് കോസ്റ്റ് പ്രൈസ്. അതേപോലെ തന്നെ ഇൻ കേസ് ലോസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 - L percentage ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇങ്ങനെ എഴുതാം അല്ലേ. അതേപോലെ ഇപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ ബൈ സെല്ലിംഗ് ആൻ ഐറ്റം ഫോർ ₹434 രമേഷ് ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 24%. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് 434 അല്ലേ. സോ 434 ഈക്വൽ ടു പ്രോഫിറ്റ് എത്രയാണ്? 24. സോ 100 + 24 100 + 24% ഓഫ് ഈ പെർസെൻറ്റേജ് ആണ് നമ്മൾ ഓൾറെഡി ഇവിടെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഇനി വീണ്ടും വന്നിട്ട് അവിടെ പിയുടെ സ്ഥാനത്ത് 24% ഇടരുത്. ഓക്കെ, 24 ഇട്ടാൽ മതി. പെർസെൻറ്റേജ് ഓഫ് എന്താണ്? കോസ്റ്റ് പ്രൈസ്. ഇനി കോസ്റ്റ് പ്രൈസ് നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ? That is 434 equal to 124 പെർസെൻറ്റിൻ്റെ 100 124/100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് CP കണ്ടുപിടിച്ച് 434 ഇൻറ്റു 100/124 അതാണ് കോസ്റ്റ് പ്രൈസ്. ഇത് കട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരത്തില്ലേ? സോൾവ് ചെയ്യാം. ഇനി ഇതാണ് 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ എന്ത് വന്നു? 50 ആയി. ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 62. ഇനി വീണ്ടും 2 വെച്ച് കട്ട് ചെയ്തേ. ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ എന്ത് വരും? 217. ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 31. ഇനി 31 ഉം 21 നമുക്ക് പോയിന്റ് ഒന്നും അല്ല. അപ്പോൾ എന്തായാലും ഇത് കട്ട് ആയി പോലെ 37 ഇൻറ്റു എന്ത് ചെയ്താലാണ് 217 വരുന്നത്? യൂണിറ്റ് പ്ലേസിൽ 7 വന്നാലേ വരത്തുള്ളൂ. അപ്പോൾ 31 × 7 ഒന്ന് ചെയ്ത് നോക്കിയേ, വരും അല്ലേ. സോ 31 ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 7 ആവും. പിന്നെ എന്തേ ഉള്ളൂ ബാക്കി? 7 × 50. സോ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 7 × 50 ദാറ്റ് ഈസ് 350. ക്ലിയർ ആണോ? ഓപ്ഷൻ എ 350. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കാം. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 - ലോസ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇനി ഒരു രീതിയിലും കൂടെ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. നമ്മൾ പെർസെൻറ്റേജ് ആയിട്ട് ഡയറക്റ്റ് പെർസെൻറ്റേജ് ഇട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസിനെ എപ്പോഴും 100% ആയിട്ട് കൺസിഡർ ചെയ്യുക. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും
100%. ഇനി സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് പറയേണ്ടത് അത് പ്രോഫിറ്റ് ആണോ അത് ലോസ് ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ പറയണം. ഇൻ കേസ് പ്രോഫിറ്റ് ഓഫ് 10% പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് നമുക്ക് 110% എന്ന് പറയാം. 100 + that 10. ഇനി ലോസ് ഓഫ് 10%, 10% നഷ്ടമാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം നമുക്ക് എന്ത് പറയാം? 90% എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി 12% ആണ് പ്രോഫിറ്റ് എങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം എങ്ങനെ പറയാം? 112% എന്ന് പറയാം. അതേപോലെ 20% ലോസ് ആണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് എന്ത് പറയാം? 80% എന്ന് പറയാം. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം സെല്ലിംഗ് ആൻ ഐറ്റം ഫോർ 434, ദാറ്റ് മീൻസ് സെല്ലിംഗ് പ്രൈസ് 434. അപ്പോൾ സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം എങ്ങനെയാണ് പറയുന്നത്? അത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് നോക്കിയിട്ട് പറയാം അല്ലേ? പ്രോഫിറ്റ് ഓഫ് 24%, ദാറ്റ് മീൻസ് സെല്ലിംഗ് പ്രൈസിന്റെ ശതമാനം എത്ര ആയിരിക്കും? 100 + that 24, 124. 124% ആണ് എന്തെന്ന് പറയുന്നത്? 434 എങ്കിൽ കോസ്റ്റ് പ്രൈസ് 100% കാണാനായിട്ട് എത്ര ആണെന്ന്. ക്ലിയർ ആണോ? ഡയറക്റ്റ് ഇങ്ങനെ എഴുതും. ഇത് തന്നെയാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഡയറക്റ്റ് പെട്ടെന്ന് എഴുതാം, അത്രേ ഉള്ളൂ. മനസ്സിലായോ? 124% 434 ആണെങ്കിൽ 100% എത്ര ആണ്? ഇപ്പോൾ ഡയറക്റ്റ് ഒരു റിലേഷൻ കിട്ടുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞോണം. 434, അതായത് 124% 434 ആണെങ്കിൽ 1% പറഞ്ഞാൽ 434/124. പിന്നെ 100% കാണാൻ × 100. ക്ലിയർ അല്ലേ? നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് ക്ലിയർ ആണോ? അത് സോൾവ് ചെയ്ത് നമുക്ക് ഓപ്ഷനിലെത്താം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്കിത് ചെയ്യാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ബൈസ് എ വാച്ച് ഫോർ ₹500 ആൻഡ് സെൽസ് ഇറ്റ്സ് അറ്റ് എ ഗെയിൻ ഓഫ് 40%. ഫൈൻഡ് ഹിസ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ ഈ പെർസെൻറ്റേജ് പറഞ്ഞതുപോലെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ബൈസ് സെല്ലിംഗ് പ്രൈസ് ആണ് 500 അല്ലെ? സെൽസ് ഇറ്റ് അറ്റ് എ ഗെയിൻ ഓഫ് 40, അല്ല ബൈസ് അതായത് മേടിച്ചു, കോസ്റ്റ് പ്രൈസ് ആണ് 500 എന്ന് പറഞ്ഞത്, അതായത് 100%. 100% ആണ് 500. നമുക്ക് അറിയേണ്ടത് സെല്ലിംഗ് പ്രൈസാണ്. ഗെയിൻ എത്ര? സെല്ലിംഗ് പ്രൈസിന്റെ പെർസെൻറ്റേജ് പറഞ്ഞെങ്കിൽ അത് ഗെയിൻ ആണോ ലോസ് ആണോ നോക്കുക. എ ഗെയിൻ ഓഫ് 40%, ദാറ്റ് മീൻസ് 140% എത്ര എന്നാണ് പറയേണ്ടത്. 100% 500 ആണെങ്കിൽ 140%. നേരത്തെ നമുക്ക് ഡയറക്റ്റ് റിലേഷൻ കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ 100 എങ്ങനെ 500 ആവുന്നത്? × 5 ചെയ്താൽ അല്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യാം. 140 × 5 ചെയ്യുന്നതായിരിക്കും ആൻസർ. ക്ലിയർ ആണോ? 0, 20, 700. ഓക്കെ ആണോ? നമ്മൾ മറ്റേ ആ SPR ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 + 40% ഓഫ് 500 അല്ലേ? ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ. ദാറ്റ് ഈസ് 140/100 ഓഫ് 500. സീറോസ് കട്ട് ചെയ്യാം. 140 × 5, 700. ക്ലിയർ അല്ലേ? Next question. Mark price of a small and big notebooks are ₹10 and ₹15 respectively. ഒരു സ്മോൾ ബുക്കും ഉണ്ട്, ഒരു ബിഗ് ബുക്കും ഉണ്ട്. ഓക്കെ, അതിൻ്റെ പ്രൈസ് പറഞ്ഞേക്കുന്നത് 10ഉം 15ഉം. എ സ്റ്റുഡൻറ് ബോട്ട് 5 dozen സ്മോൾ നോട്ട്ബുക്ക് ആൻഡ് 10 dozen ബിഗ് നോട്ട്ബുക്ക് അറ്റ് എ ടോട്ടൽ ഡിസ്കൗണ്ട് ഓഫ് 5%. ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്കൗണ്ട് എമൗണ്ട്. അതായത് ഒരാൾ ഒരു കടയിൽ ചെന്നിട്ട് ബുക്ക് മേടിക്കുവാണ്. അതിനകത്ത് റേറ്റ് ഇങ്ങനെയാണ്. സ്മോൾ ബുക്കിന് എത്ര? 10 rupees-ഉം ബിഗ് നോട്ട്ബുക്കിനാണെങ്കിൽ 15 rupees-ഉം. പിന്നെ മേടിക്കുന്ന എത്ര എണ്ണമാണ്? 5 dozen സ്മോൾ ബുക്ക് മേടിക്കുന്നുണ്ട്. ഒരു ഡസൻ എന്ന് വെച്ചാൽ എത്ര? 12 എണ്ണം അല്ലേ? അപ്പോൾ എത്ര എണ്ണം മേടിച്ചു? 5 × 12 സ്മോൾ ബുക്ക് മേടിച്ചു അല്ലേ? ഇനി മറ്റേതോ 10 dozen ബിഗ് നോട്ട്ബുക്ക് മേടിച്ചു. അപ്പോൾ എത്ര? 10 × 12 ആണ് ബിഗ് നോട്ട്ബുക്ക് മേടിച്ചത്. ഇനി അതിൻ്റെ പ്രൈസ് എത്ര? ഒരെണ്ണത്തിന്റെ പ്രൈസ് 10 ആണെങ്കിൽ ഈ 5 × 12 അത്ര എണ്ണം, അതായത് 60 എണ്ണം, അതിനെത്ര പ്രൈസ്? × 10ഉം കൂടെ ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് വരും? 5 × 12 60, 60 × 10 600 rupees ആണ് സ്മോൾ നോട്ട്ബുക്കിന്. ഇനി ബിഗ് നോട്ട്ബുക്കിനാണെങ്കിലോ എന്ത് വരും? 10 × 12 × 15. ക്ലിയർ ആണോ? സോ 15 × 12 എന്ത് വരും? 180 ആണ്. സോ 1800, 600. ഇത് രണ്ടും കൂടെ ചേർത്തായിരിക്കും അയാളുടെ ബില്ല് വരുന്നത് അല്ലേ? എത്ര വരും? 2400 rupees ആണ് അയാളുടെ ബില്ലായത്.
പക്ഷെ എന്താ കൊടുത്തത്? ഹി ഗീവ്സ്, ആ ഒരു കടക്കാരൻ എത്ര 5% ഡിസ്കൗണ്ട് കൊടുത്തു അല്ലെ, 5% ഡിസ്കൗണ്ട് കൊടുത്തു. എങ്കിൽ ആ ഡിസ്കൗണ്ട് എമൗണ്ട് എത്ര എന്നല്ല, അയാൾ എത്ര പേ ചെയ്തു എന്നല്ല ചോദിക്കുന്നത്, ആ ഡിസ്കൗണ്ട് എമൗണ്ട് എത്ര ആണ്. അതായത് ഈ ഒരു ബില്ലിന്റെ 5% ഡിസ്കൗണ്ട് കൊടുത്തത്. അപ്പം 24,400 5% എത്ര എന്ന് പറയുക. ഓക്കെ, ദാറ്റ് ഈസ് 5% ഓഫ് 2,400 ആണ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ജസ്റ്റ് നമുക്ക് 10% എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ടാൽ മതി. ഇതിന്റെ 10% പറഞ്ഞാൽ 240, അപ്പൊ 5% അതിന്റെ പകുതി. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പറയാം. 5/100 ഓഫ് 2,400 അല്ലെ, 0 കട്ട് ചെയ്യാം. 24 × 5 120. സോ ഓപ്ഷൻ ഇത് ഓപ്ഷൻ സി 120. ഒരു 0 കൂടി പോയതാണ്. ഓപ്ഷൻ സി എന്ത് വരും? 120 rupees. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ റീച്ചസ് ഹിസ് ഓഫീസ് 30 minutes late. If he walks by 2/3 of his routine speed, what is the time he usually take to reach office? ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ ഓഫീസിലെത്താൻ 30 minutes ലേറ്റ് ആകും. ഇഫ് ഹി വാക്സ് ബൈ 2/3 ഓഫ് ഹിസ് റുട്ടീൻ സ്പീഡ്, അയാളുടെ സ്പീഡിന്റെ 2/3 സ്പീഡിലാണ് അയാൾ പോകുന്നതെങ്കിൽ 30 minutes ലേറ്റ് ആകും. ഇനി വാട്ട് ഈസ് ദ ടൈം ഹി യൂഷ്വലി ടേക്ക് ടു റീച്ച് ദ ഓഫീസ്? അപ്പൊ യൂഷ്വലി അയാൾ എത്ര മണിക്കാണ് ഓഫീസിൽ എത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇത് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും, അതായത് നമുക്കറിയാം സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. അതായത് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഒരാൾക്ക് ഒരു 1 kilometer ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. ഓക്കെ, അതായത് എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 1 kilometer ഉണ്ട്. ഞാൻ സ്പീഡ് കൂടിയാണ് പോകുന്നതെങ്കിൽ എനിക്ക് സമയം കുറവ് മതി അല്ലേ. ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാം, ഞാൻ കാറിൽ പോകുന്ന സമയമാണോ ഞാൻ നടന്നു പോകുമ്പോൾ? കാറിൽ പോകുമ്പോൾ സ്പീഡ് കൂടുതൽ, അപ്പൊ എനിക്ക് സമയം കുറവ് മതി. ഇനി ഞാൻ നടന്നാണ് പോകുന്നത്, ദാറ്റ് മീൻസ് സ്പീഡ് കുറവാണെങ്കിൽ എനിക്ക് ടൈം കൂടുതൽ വേണം അല്ലെ. അതായത് ഒരു ടൈം കൂടുമ്പോൾ മറ്റൊരു ടൈം കുറയുക, അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ? ടൈമിന്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ്. S1/S2 എന്ന് പറയുന്നത് എന്താണ്? T2/T1 ആണ് അല്ലെ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ റിലേഷൻ എഴുതാം. S1T1 ഈക്വൽ ടു S2T2. ഇൻവേഴ്സ് റിലേഷനിൽ എല്ലാം നമ്മൾ എഴുതുന്ന ഒരു റിലേഷനാണിത്. S1T1 ഈക്വൽ ടു S2. നമ്മളിത് ടൈം ആൻഡ് വർക്കിലും ഒക്കെ നമ്മളിത് അപ്ലൈ ചെയ്യാം അല്ലേ. ഈ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഇൻവേഴ്സ് പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം 2 ടേമുകൾ ഇൻവേഴ്സ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇത് തന്നെ മറ്റൊരു രീതിയിൽ പറയാം. സ്പീഡിന്റെ റേഷ്യോ, 2 സ്പീഡിന്റെ റേഷ്യോ A:B ആണെങ്കിൽ, ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അവിടെ ടൈമിന്റെ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? ജസ്റ്റ് തിരിച്ചെഴുതിയാൽ മതി അല്ലെ, B:A. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഒരേ കാര്യം തന്നെ പല രീതിയിൽ പറഞ്ഞേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം കൺസെപ്റ്റ് എടുത്താൽ മതി. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ അത് ഇങ്ങനെ ഡിസ്റ്റൻസ് സെയിം എന്ന് പറയത്തില്ല. ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം, ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ മനസ്സിലാക്കി വെച്ചേക്കുക, S1T1 ഈക്വൽ ടു S2T2. ഇപ്പൊ ഇവിടുത്തെ കാര്യം എങ്ങനെയാ? ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത് അല്ലെ. യൂഷ്വലി അയാൾ S സ്പീഡിൽ പോകും, അതേപോലെ T ടൈമും എടുക്കും എന്ന് വിചാരിക്കുക. എന്നിട്ട് അതേ ഓഫീസിൽ പോകുന്ന കാര്യം തന്നെ സ്പീഡും ടൈമും ഒന്ന് മാറ്റി പറഞ്ഞതാണ്. എന്താണ്? 2/3 ഓഫ് സ്പീഡിലാണ് പോകുന്നതെങ്കിൽ 30 minutes ലേറ്റ് ആകും അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു യൂഷ്വൽ സ്പീഡ് S-ഉം യൂഷ്വലി അയാൾ എടുക്കുന്ന ടൈം T-യും എന്ന് കൺസിഡർ ചെയ്താൽ അയാളുടെ ന്യൂ സ്പീഡ് എന്തായിരിക്കും? അതായത് പറയുന്ന ആ ഒരു ചേഞ്ച് ചെയ്ത സ്പീഡ് എത്ര? 2/3 ഓഫ് സ്പീഡ് ആക്കിയാൽ. അപ്പൊ ഞാൻ പറയുന്നു 2/3 S ആയി. ഇനി ടൈം എന്തായി? T+30 ആണോ T-30 ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 30 minutes ലേറ്റ് ആകും. എനിക്കിപ്പോൾ ഓഫീസിലെത്താൻ 10 മണി ആകും, എങ്കിൽ 10 മണിക്ക് എത്തണം. ഞാൻ 5 minutes ലേറ്റ് ആയി എന്ന് വെച്ചാൽ ഞാൻ എത്ര മണിക്ക് എത്തിയത്? 10:05 എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞിട്ട്, ദാറ്റ് ഈസ് T+5 ആണ് അല്ലെ. ഇനി ഞാൻ 10 minutes നേരത്തെ എത്തിയെന്ന് പറഞ്ഞാലോ T-10 അല്ലെ, പുറകോട്ടാണ്. അപ്പൊ ആ ഒരു പെട്ടെന്ന് നമുക്ക് ലേറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് ചെയ്യാൻ നമുക്ക് തോന്നും അല്ലെ. അപ്പൊ അത് ഒന്ന് ആലോചിച്ചോളുക. 30 minutes ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ T എന്തായി? T+30 ആണ് ആവുന്നത് അല്ലെ. T ഞാൻ മിനിറ്റ്സ് എന്ന് കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ കൂടെ 30 കൂടെ ആഡ് ചെയ്തു. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യൂഷ്വൽ ടൈം കിട്ടും അല്ലെ. സോൾവ് ചെയ്യാം. ഈ S കട്ട് ചെയ്ത് കളഞ്ഞൂടായോ? ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3T ഈക്വൽ ടു 2T
plus 2 into 30, 60. So t ഒരിടത്തോട്ട് എടുത്താൽ t will be equal to 60 minutes അല്ലെങ്കിൽ 1 hour. എങ്ങനെയാണോ ഓപ്ഷൻ കിടക്കുന്നത് അതേപോലെ മാർക്ക് ചെയ്യാം. 60 minutes എന്നാണ്. സോ ഓപ്ഷൻ ബി 60 minutes. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ഡേറ്റ ഓർത്തിരിക്കണം. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷനാണിത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദറ്റ് ഈസ് S1 T1 ഈക്വൽ ടു S2 T2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിൽ തന്നെയുള്ള അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് വർക്കല്ല, ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ മോട്ടോറിസ്റ്റ് ട്രാവൽസ് ടു എ പ്ലേസ് 150 കിലോമീറ്റർ എവേ അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 50 കിലോമീറ്റർ പെർ അവർ ആൻഡ് റിട്ടേൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 30 കിലോമീറ്റർ പെർ അവർ. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ ഹോൾ ജേർണി. ഒരാളൊരു 150 കിലോമീറ്റർ 50 കിലോമീറ്റർ പെർ അവറിൽ അങ്ങോട്ട് പോയി തിരിച്ച് 30 കിലോമീറ്റർ പെർ അവറിൽ വന്നു എങ്കിൽ ആവറേജ് സ്പീഡ് കാണാം. അത് ആവറേജ് സ്പീഡ് എന്നുള്ള ഒരു ടോപ്പിക്കിന്റെ കീഴിൽ വരുന്നതാണ്. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മൾ ജനറൽ ആയിട്ട് ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ക്ലിയർ ആണോ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ്. ഇനി ഇതിലൊരു കണ്ടീഷൻ വെച്ച് പറയുവാണ്. നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2s1 s2 by s1 plus s2. ക്ലിയർ ആണോ? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ 2s1 s2 by s1 plus s2. അതായത് രണ്ട് സ്പീഡുകളാണ്. അതായത് ഒരു d ഡിസ്റ്റൻസ് ഒരാൾ s1 സ്പീഡിൽ പോയി, അടുത്ത അതേ d ഡിസ്റ്റൻസ് തന്നെ ഒരാൾ s2 സ്പീഡിൽ പോയാൽ അയാളുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 2s1 s2 by s1 plus s2 ആണ്. ഇത് പഠിച്ചു വെച്ചേക്കാം. അതേപോലെ ക്വസ്റ്റ്യനിൽ നിന്ന് ഡിസ്റ്റൻസ് സെയിം ആണ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സെയിം ആണ് എന്ന് എടുത്തല്ല പറയുന്നത്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഒരാൾ 150 കിലോമീറ്റർ അങ്ങോട്ട് 50 കിലോമീറ്റർ പെർ ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് സെയിം ആണെന്നല്ലേ അർത്ഥം. ഒരാൾ അങ്ങോട്ട് 150 കിലോമീറ്റർ പോയി തിരിച്ച് റിട്ടേൺ ടു ദാറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അതേ ഡിസ്റ്റൻസ് തന്നെ അല്ലേ. സോ എന്ത് വരും? അപ്പോൾ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? 2s1 s2 by s1 plus s2. ദാറ്റ് ഈസ് 2 into 50 into 30 by 50 plus 30 80 അല്ലേ. സോൾവ് ചെയ്യാം. 0 0 കട്ട് ചെയ്യാം. ദെൻ 2 കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി. ഇനി എന്തുണ്ട്? 25 ഇവിടെ 2 ആയി. ദെൻ 25 into 3 by 2 അല്ലേ. 25 into 3 by 2 that is 75 by 2. That is 37.5 kilometer per hour. Okay. Option B 37.5 kilometer per hour. Clear ആണോ? Next question. A man traveled from a village to a railway station at the rate of 20 kilometer per hour and walked back at the rate of 5 kilometer per hour. If the whole journey took 5 hours, find the distance of the railway station from the village. എന്താണ്? ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ വില്ലേജിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് 20 കിലോമീറ്റർ പെർ അവറിൽ പോയി walked back at 5 കിലോമീറ്റർ പെർ അവർ അല്ലേ. നമുക്ക് വില്ലേജ് ടു റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോയി 20 കിലോമീറ്റർ പെർ അവർ തിരിച്ച് 5 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് കൺസെപ്റ്റ് അവിടെ സെയിം ആയിട്ട് വരുന്നത്? ഡിസ്റ്റൻസ് സെയിം ആണ് അല്ലേ. അപ്പം നമുക്ക് അവിടുന്ന് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ഹോൾ ജേർണി ടുക്ക് 5 hours, അതായത് ടോട്ടൽ ടൈം. ആ ഒരു കീവേഡ് ഒക്കെ നോക്കണം. ടോട്ടൽ ടൈം തരിക അല്ലേ, ഡിസ്റ്റൻസ് സെയിം ആയിട്ടുള്ള സ്പീഡ് തരിക. ഇതൊക്കെ ആവറേജ് സ്പീഡിന്റെ കൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് സ്പീഡിന്റെ രണ്ട് ഇക്വേഷൻസ് അറിയാം. ഒന്ന് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ 2s1 s2 by s1 plus s2. അങ്ങനെ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ നമുക്കറിയാം ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ. ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് ഡിസ്റ്റൻസ് ആ ചോദിക്കുന്നത്. നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതിന്റെ പകുതി എടുത്താൽ പോരാ. അത് ശ്രദ്ധിച്ചോണം എപ്പോഴും. നമുക്ക് അതിന്റെ രണ്ട് ഓപ്ഷനും കാണും. ചിലപ്പം അതിന്റെ പകുതി എടുക്കുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് വില്ലേജ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിസ്റ്റൻസും കൂടെ ചേർത്താണ് അത് പറയുന്നത്. അതിന്റെ പകുതി മതി ആ ഒരു വില്ലേജും റെയിൽവേ സ്റ്റേഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പം അങ്ങോട്ട് 20 ഇങ്ങോട്ട് 5, ദാറ്റ് മീൻസ് ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ആവറേജ് സ്പീഡ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 into 20 into 5 by s1 plus s2. 20 plus 5 25.
ഓക്കെ, സോൾവ് ചെയ്യാം. 5 ഇവിടെ കട്ട് ചെയ്താൽ 5 ആയി, 5ഉം 20യും കൂടെ കട്ട് ചെയ്ത് ഇവിടെ 4 ആയി. ദാറ്റ് ഈസ് 8 km/h എന്ന് കിട്ടി ആവറേജ് സ്പീഡ് അല്ലേ. ആവറേജ് സ്പീഡിന് ഒരു ഇക്വേഷനും കൂടെ നമുക്കറിയാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് അല്ലേ. സോ ആവറേജ് സ്പീഡ് 8, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വില്ലേജിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് d എന്ന് കൺസിഡർ ചെയ്താൽ അവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് 2d ഇടാൻ മറക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റും. 2d അല്ലേ, നമുക്ക് d ആണ് വേണ്ടത്. കണ്ടുപിടിക്കാനുള്ളതിന് ഒരു വേരിയബിൾ നമ്മൾ കൊടുത്തു, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് d ആണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് 2d ബൈ ടോട്ടൽ ടൈം എത്ര? 5 hours. ഓക്കെ, സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് 2d ഈക്വൽ ടു 8 × 5 40. d will be equal to 20 km. നമ്മൾ ജസ്റ്റ് ഡിസ്റ്റൻസ് d എന്ന് ഇടുവാണെങ്കിൽ നമുക്ക് 40 കിട്ടും. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്, അപ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവർ തമ്മിലുള്ള ഒരകലം മതി. ദാറ്റ് മീൻസ് ആ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ ഹാഫ്, അതായത് 20 km. ഓപ്ഷൻ ബി 20 km. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദ ക്ലോക്ക് അറ്റ് 6:20 PM? എന്താണ് ക്ലോക്ക്? റീസണിങ് പാട്ടിനകത്ത് വരുന്ന ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഏരിയക്കത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ടൈം തന്നിട്ട് ആ ടൈമുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ അവർ ആൻഡ് മിനിറ്റ് ആൻഡ് തമ്മിലുള്ള ആംഗിൾ ആണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു ടൈം തന്നിട്ട് അങ്ങനെ ആംഗിൾ ചോദിച്ചാൽ പഠിച്ചു വെച്ചേക്കുക, 30h - 11/2m. ഈ ഒരു ഇത് പഠിച്ചു വെച്ചേക്കുക. ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. h എന്ന് പറഞ്ഞാൽ അവറിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ ഏതാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമ്മിനകത്ത് എമ്മിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പരോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ ആയി. ചെയ്ത് നോക്കാം. 30h 30 × 6 - 11/2 × 20. ഓക്കെ, ക്യാൻസൽ ചെയ്തേ. 2ഉം 20യും കൂടെ ക്യാൻസൽ ചെയ്താൽ 10 ആയി. ദാറ്റ് ഈസ് 30 × 6 180. 180 - 11 × 10 110. 180 - 110 ചെയ്തേ 70 ഡിഗ്രി. സോ ഓപ്ഷൻ എ. ക്ലിയർ ആണോ? അപ്പോൾ ഒരു ഏതൊരു ടൈം തന്നിട്ടും ആംഗിൾ ചോദിച്ചാൽ ഇത് പഠിച്ചു വെച്ചേക്കുക, 30h - 11/2m. ഓക്കെ, h എന്ന് പറഞ്ഞാൽ അവറിനെ സൂചിപ്പിക്കുന്ന നമ്പർ ഏതാണോ അത് ഇടുക, m എന്ന് പറഞ്ഞാൽ മിനിറ്റിനെ സൂചിപ്പിക്കുന്ന നമ്പർ ഇടുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ വാക്സ് 5 km towards south and then turns to the right. After walking 3 km, he turns to the left and walk 5 km. Now, in which direction is he from the starting place? ഏതാണ് ഡയറക്ഷൻ? നമ്മുടെ റീസണിങ്ങിനകത്തെ ഡയറക്ഷൻ എന്നുള്ള ഒരു ഏരിയക്കകത്ത് നിന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ അതൊന്നും ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. NESW, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. അതേപോലെ തന്നെ ഇതിനകത്ത് റൈറ്റും ലെഫ്റ്റും ഒക്കെ പറയുന്നുണ്ട്, അതുകൂടെ മാർക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പം. അല്ല, അതിന് റൈറ്റിലോട്ട് പോയിട്ട് ലെഫ്റ്റും റൈറ്റും നിങ്ങൾ നോക്കി ചെയ്യുവാണെങ്കിലും ഓക്കെയാണ്. ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാൽ അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇപ്പം നോർത്തിലോട്ട് നമുക്ക് കൈ വെച്ച് നോക്കിയാൽ മതി. നോർത്തിലോട്ട് ഏതാണ്? ഇവിടെ ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇനി നമുക്ക് ഇങ്ങനെ എഴുതി പോകാം. ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. എന്താണ്? ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ് അല്ലേ? ഓക്കെ, ഇനി എ മാൻ വാക്സ് 5 km ടുവേർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് താഴോട്ട് അല്ലേ? സൗത്തിലേക്ക് 5 km ട്രാവൽ ചെയ്തു. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആൻഡ് ദെൻ ടേൺസ് റൈറ്റ്. സൗത്തിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ, ഇങ്ങോട്ട് പോയി. ആഫ്റ്റർ വാക്കിംഗ് 3 km അല്ലേ? 3 km ട്രാവൽ ചെയ്തു. ഹി ടേൺസ് ടു ദ ലെഫ്റ്റ്, അതായത് ഇങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ താഴോട്ട്. ഓക്കെ, ലെഫ്റ്റിലേക്ക് പോയി ആൻഡ് 5 km ട്രാവൽ ചെയ്തു. Now, in which direction is he from starting place? Starting placeൽ നിന്ന് ഏത് ഡയറക്ഷനാണ് ഇപ്പം നിൽക്കുന്നത്? ഇത് സ്റ്റാർട്ടിംഗ് പ്ലേസ് അല്ലേ? ഇത് ഫൈനൽ പൊസിഷൻ. ഫൈനൽ പൊസിഷനിൽ അയാൾ ഇപ്പം നിൽക്കുവാണ്. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കിയാൽ ഏത് ഡയറക്ഷനാണ് അല്ലേ? ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചേ, NESW അല്ലേ? ഇവിടുന്ന് ദണ്ട് ഈ പോയിന്റ് നോക്കുക എന്ന് പറഞ്ഞാൽ ദണ്ട് ഇങ്ങനെ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഏത് ഡയറക്ഷനാ? സൗത്ത് വെസ്റ്റ് അല്ലേ? ഇതിന് നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ നോർത്ത് ഈസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ എന്താണ് സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ സൗത്ത് വെസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിൽ നോർത്ത് വെസ്റ്റ് അല്ലേ? അപ്പോൾ അത് എപ്പോഴും ആലോചിക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആ ഒരു പൊസിഷൻ എവിടെ നിന്നാണ് നോക്കേണ്ടത് നോക്കണം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കിയാൽ ആ ഫൈനലിൽ അയാൾ നിൽക്കുന്ന ഏത് ഡയറക്ഷനാണ് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് സൗത്ത്, ഇതാണ് ഈ ഡയറക്ഷൻ, സൗത്ത് വെസ്റ്റ് അല്ലേ? സോ ഓപ്ഷൻ ഡി സൗത്ത് വെസ്റ്റ്. ക്ലിയർ അല്ലേ?
അതേപോലെ നെക്സ്റ്റ് ഡയറക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. K is 40 meters southwest of L. If M is 40 meters southeast of L, then M is in which direction of K? Okay. N, E, S, W. അല്ലേ? ഇത് സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് അല്ലേ? K is 40 meters southwest of L. ഇപ്പൊ എല്ലിനെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്താൽ എല്ലിന്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലേ? എല്ലിന്റെ സൗത്ത് വെസ്റ്റിലായിട്ടാണ് K നിൽക്കുന്നത്. ഇത് 40 മീറ്റർ. ദെൻ ഇഫ് M ഈസ് 40 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഓഫ് L. L ഇവിടെ നിൽക്കുവാണെങ്കിൽ എല്ലിന്റെ സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ? ഈ ഒരു ഡയറക്ഷനിലാണ് ആര് നിൽക്കുന്നത്? M നിൽക്കുന്നത്. അതും 40 സെയിം ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസ് സെയിം ആണ് 40 മീറ്റർ. ദെൻ M ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് K? Kയുടെ ഏത് ഡയറക്ഷനിലാണ് M എന്നാ ചോദിക്കുന്നത് അല്ലേ? K നോക്കിയാൽ ഏത് ഡയറക്ഷൻ? അപ്പൊ Kയിൽ നമ്മൾ ഈ ഒരു ഇത് വരയ്ക്കുക. NESW വരച്ചാൽ കെയുടെ ഈസ്റ്റിലാണ് M നിൽക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ അത് എവിടെ നിന്നാണ് നോക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കണം. ദെൻ M ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് K? കെയിൽ നിന്ന് നോക്കിയാൽ M ഏത് ഡയറക്ഷനിലാണ്? കെയുടെ ഈസ്റ്റിലായിട്ട്. സോ ഓപ്ഷൻ ബി ഈസ്റ്റ്. ക്ലിയർ അല്ലേ? നിങ്ങളുടെ UGC നെറ്റിന്റെ എക്സാം നിങ്ങൾക്ക് ജാനുവരിയിലുണ്ടല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 45 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ജൂണിലേക്കുള്ള എക്സാം ആണ് നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ 6 മന്ത്സിൻ്റെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഈ നമ്മൾ ഡിസംബറിൽ നടക്കുന്ന ഈ 45 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നെറ്റിൻ്റെ ജനറൽ പേപ്പർ ഉണ്ട്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, എക്കണോമിക്സ്, മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ CSIR ഫിസിക്സ്. ഇതിൻ്റെ എല്ലാം നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്പ് ബേസ്ഡ് ക്ലാസ് ആണ്. നമുക്ക് വീഡിയോ ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.